സോ നമ്മുടെ ബോർഡർ സ്റ്റേറ്റ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കോഡ് ഇട്ട് പഠിക്കാൻ പറ്റും. ബച്പൻ ബംഗ്ലാദേശിനാണ് ഏറ്റവും കൂടുതൽ ബൗണ്ടറി ഇന്ത്യ ആയിട്ടുള്ളത്. ചൈനയ്ക്ക് രണ്ടാമത്, പാകിസ്ഥാൻ മൂന്നാമത്, നേപ്പാളിന് നാലാമത്. സോ ബച്പൻ 4 പേര് നമുക്ക് കിട്ടി. ബച്പനിലൂടെ 4 പേര് കിട്ടി. ബാക്കി 3 പേരെ കിട്ടാൻ വേണ്ടി MBA എന്ന് പഠിച്ചു വയ്ക്കും. സോ ബച്പൻ MBA എന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് എല്ലാവരെയും കവർ ചെയ്യാം. ഓക്കെ, ആദ്യം ബംഗ്ലാദേശ്, രണ്ടാമത് ചൈന, മൂന്നാമത് പാകിസ്ഥാൻ, നാലാമത് നേപ്പാൾ, അഞ്ചാമത് മ്യാൻമർ, ആറാമത് ഭൂട്ടാൻ, ഏഴാമത് ആരാണ്? അഫ്ഗാൻ. വളരെ ചെറിയ ബൗണ്ടറി ഉള്ളൂ ലഡാക്കുമായിട്ട്. ഏറ്റവും കൂടുതലുള്ളത് ആരാ? ഓക്സിജൻ ആണ്. രണ്ടാമത് സിലിക്കൺ. ഓക്കെ, മൂന്നാമത് അലുമിനിയം. ഓക്കെ, സോ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്, എലമെന്റ് സിലിക്കൺ, അലുമിനിയം. സോ അതിനൊരു ട്രിക്ക് ഉണ്ട്, എങ്ങനെ ഓർത്ത് വയ്ക്കാം? ഒസൈക്ക് എന്ന് ഓർത്ത് വയ്ക്കാം. നമ്മൾ മൊസൈക്ക് എന്ന് കേട്ടല്ലോ. ഒസൈക്ക് നമ്മൾ ഓർത്ത് വെച്ചാൽ 5 വരെ നമുക്ക് ഓക്കെ ആയിരിക്കും. 5 വരെ പഠിച്ച് വെച്ചാൽ മതിയോ? നമ്മളൊരു കോമ്പറ്റീവ് എക്സാം എഴുതുമ്പോൾ 5 വരെ ഓക്കെയാണ്. പിന്നെ എന്ത് പറ്റുന്നു? അബണ്ട് ഗ്യാസ് കൂടെ മനസ്സിലാക്കി വെക്കാം. നമ്മൾ ക്രസ്റ്റിലുള്ളത് മാത്രം മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മുടെ ചുറ്റുമുള്ള ഗ്യാസുകളിൽ, നമ്മുടെ ചുറ്റുമുള്ള എയറുകളിൽ ഏറ്റവും കൂടുതലുള്ള ഏതാ? ഏറ്റവും കൂടുതൽ നൈട്രജൻ, രണ്ടാമത് ഓക്സിജൻ, അടുത്തത് ആർഗൺ, അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ്. അതും നമുക്ക് ട്രിക്ക് വെച്ച് ഓർത്ത് വയ്ക്കാം. എന്ത്? നോ AC വേണ്ട.